മറ്റ് ജില്ലകളായ കൊല്ലത്ത് UDF നടത്തിയ മികച്ച മുന്നേറ്റമാണ് നമ്മൾ ഈ കാണുന്ന ടാലിയിലേക്ക് UDFിനെ എത്തിച്ചത്. 98 സീറ്റ് എന്ന ടാലിയിലേക്ക് എത്തിച്ചത്. തൃശ്ശൂരിൽ ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. മണലൂരിൽ ഏതാനും ചില വോട്ടുകൾക്ക് LDF മുന്നിലാണ്. അതേസമയം തന്നെ കൊടുങ്ങല്ലൂരിലും കയ്പമംഗലത്തും UDF ഏതാനും വോട്ടുകൾക്ക് മുന്നിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിമറിയാം. തൃശ്ശൂരിൽ എത്ര സീറ്റ് കിട്ടും? 101 മാറാവുന്ന 100 കടക്കണമെങ്കിൽ തൃശ്ശൂരിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കണം. നിഷാദെ, തൃശ്ശൂരിൽ മുന്നേറ്റം ഉണ്ടാക്കിയാൽ 100 കടക്കും UDF. ജിംസിന്റെ പ്രവചനം അല്ല അജിൻസെ, 101 കടക്കുമ്പോഴും മാറാത്ത 2 മണ്ഡലമായിരുന്നു കോഴിക്കോട് നോർത്തും മട്ടന്നൂരും. പക്ഷെ അവിടെ ഭൂരിപക്ഷം 350 വോട്ടിന്റെ മൊത്തം മാത്രമാണ്. അതും മറിയും. കോഴിക്കോട് നോർത്തും മട്ടന്നൂരും മറിയുമോ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. കോഴിക്കോട് നോർത്തിൽ ഇപ്പോഴും കാണുന്ന 350 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അത് അപ്ഡേറ്റ് ഇഷ്യൂ ആണെന്ന് അറിയില്ല. മുഹമ്മദ് അസ്ലമിനെ കോഴിക്കോട് നിന്ന് വേണം. ഈ കോഴിക്കോട് നോർത്തിൽ 350 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ തോട്ടത്തിൽ രവീന്ദ്രന് എന്നറിയേണ്ടതുണ്ട്. മട്ടന്നൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കൂടി നമുക്ക് അറിയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടി ത്രിശങ്കുവിലാണ് LDFനെ സംബന്ധിച്ച് എന്ന് പറയാതെ വയ്യ. അസ്ലമേ, ഈ നോർത്തിൽ ഈ നാരോ എഡ്ജേ ഉള്ളോ? കോഴിക്കോട് നോർത്തിൽ നാരോ എഡ്ജ് മാത്രമേ ഉള്ളൂ. അതേസമയം ഇനി വരാനിരിക്കുന്ന മേഖല UDFിന്റെ സ്വാധീന മേഖലയാണ് എന്ന് പറഞ്ഞാൽ ഈ LDFിന്റെ ലീഡ് മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFിൽ കോഴിക്കോട് നോർത്തിൽ UDFിലേക്ക് പോകുന്നതിന്റെ സൂചനകൾ വരുന്നുണ്ട്. അടുത്ത റൗണ്ടിന്റെ ഫലം കൂടി വന്നാൽ വരും. ബേപ്പൂരിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട്, 6000ത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. 4ാമത്തെ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ PA മുഹമ്മദ് റിയാസ് 6071 ലീഡിലേക്ക് വന്നിരിക്കുകയാണ്. ഫാത്തിമ സഹലി 4ാമത്തെ റൗണ്ടിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു, 5889. ഫാത്തിമ സഹലിയുടെ പേരാമ്പ്രയിലെ ഭൂരിപക്ഷം 5289 എന്ന് പറയുന്ന 5000 എന്ന് പറയുന്ന ക്രോസിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 2-3 ലീഡുകൾ കൂടി 2-3 റൗണ്ടുകൾ കൂടി ശരിക്കും അവർക്ക് അനുകൂലമായ സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു 10000 വരെ എത്തിയാൽ മാത്രമേ അവിടെ വിജയ പ്രതീക്ഷയുള്ളൂ. അപ്പോഴും TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന LDFിന്റെ സ്ഥാനാർത്ഥിക്ക് മേപ്പയൂർ മുതൽ ശക്തമായ സ്ഥലം, മേപ്പയൂർ, കീഴരിയൂർ, അരിക്കുളം, നൊച്ചാട് തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. എന്നാൽ പോലും ഈ ആദ്യഘട്ടത്തിൽ ലീഡ് പ്രതീക്ഷ നൽകുന്ന ലീഡ് തന്നെയാണ് ഫാത്തിമ നൽകിയിരിക്കുന്നത്. അങ്ങനെ ബേപ്പൂരും നോർത്തും നേരിയ ലീഡിൽ മാത്രം നിൽക്കുമ്പോൾ ബാക്കി 11 സീറ്റുകളും കോഴിക്കോട് ജില്ലയിൽ UDF ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ലീഡ് വർദ്ധിക്കുന്നു. ബേപ്പൂരും കൊടുവള്ളിയിൽ 9000ത്തിലേക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവീൺ കുമാർ ലീഡ് പോലും 2354 കൊയിലാണ്ടിയിൽ പോയിരിക്കുന്നു. VT സൂരജ് 3533, KK രമയാണെങ്കിൽ 6944, പാറക്കൽ അബ്ദുള്ളയുടേത് 3434. അങ്ങനെ തുടങ്ങി അഭിജിത്തിന്റെ ലീഡ് പോലും നാദാപുരത്ത് KM അബീസിന്റെ ലീഡ് പോലും 1555ലേക്ക് പോയിരിക്കുകയാണ്. 4973 തിരുവമ്പാടിയിൽ CK കാസിം ലീഡ് 5 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 4973. VT സൂരജ് നേരത്തെ പറഞ്ഞതുപോലെ 3553 എന്ന് പറഞ്ഞാൽ LDFിന്റെ AK ശശീന്ദ്രന്റെ പിന്നിലാണ് 1685 വോട്ടുകൾക്ക് 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ. എന്നുള്ള 38,000, 40,000, 20,000 ഒക്കെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ പോലും UDF മുന്നിൽ വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും പേരാമ്പ്രയും ബേപ്പൂരും ഇപ്പോൾ ബേപ്പൂരിൽ LDFും പേരാമ്പ്രയും UDFും ലീഡ് ചെയ്യുന്നെങ്കിൽ പോലും ഇനി വരുന്ന റൗണ്ടുകൾ നിർണായകമാണ്. ആ റൗണ്ടുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. റിയാസിന് തിരിച്ചടി ഉണ്ടാവുമോ അസ്ലം? നമുക്ക് അത് അറിയണമെങ്കിൽ ഈ 2 റൗണ്ടുകൾ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ബേപ്പൂരിൽ ഇപ്പോൾ എണ്ണി തന്നെ 4 റൗണ്ടുകൾ മാത്രമാണ്. ഇനി 5ാമത്തെ റൗണ്ടിലേക്കാണ് ചെറുവണ്ണൂർ മേഖലയിലേക്ക് UDFിന്റെ സ്വാധീന മേഖലയിലേക്ക് കയറുന്നത്. ചെറുവണ്ണൂർ 5ാം റൗണ്ട് മുതലാണ് 5, 6, 7 റൗണ്ടുകൾ. അവിടെ നിന്ന് അങ്ങോട്ട് 5ഉം 6ഉം 7 റൗണ്ടിലും PV അൻവറിന് മുന്നോട്ട് വന്നാൽ മാത്രമേ നോർത്ത് വൈകിയാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? നോർത്തിന്റെ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ വളരെ വൈകിയാണ്. എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥരുടെ ഒരു പ്രശ്നമായിരിക്കാം. വളരെ വൈകിയാണ് നോർത്ത് അപ്ഡേഷൻ വരുന്നത്. ഇതുവരെ വന്നത് പ്രകാരം 100 അപ്ഡേഷൻ. കോഴിക്കോട് നോർത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ LDF ലീഡ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അതിൽ തോപ്പയിൽ, വെസ്റ്റിയിൽ, എടക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടാലിയിൽ മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ഈ 4 ജില്ലകളിലെ UDFിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ്. അതേസമയം തന്നെ കൊല്ലം ജില്ലയിൽ UDFിന്റെ വലിയ മുന്നേറ്റം കാണാം. കോട്ടയത്ത് 2 സീറ്റിലൊഴികെ ബാക്കി മുഴുവൻ സീറ്റുകളിലും UDF ആണ്. അതായത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരേപോലെ തരംഗം. ഇത് സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയ ഭരണവിരുദ്ധ വികാരമാണ്. ഇതിലാണ് നീലാകാശം പച്ചക്കടൽ എന്ന് പറയാം. ചുവന്ന ഭൂമിയില്ല. അതെ, ചുവന്ന ഭൂമിയില്ല. നീലാകാശവും പച്ചക്കടലും മാത്രമേ ഉള്ളൂ, ചുവന്ന ഭൂമിയില്ല എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഭയങ്കരമായ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കുകയും അവർക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാനും പറ്റി എന്നതുകൂടി കാണുക. ഇനി വരാൻ പോകുന്ന ഏതാണ്ട് ഒരു പിക്ചർ വന്നു കഴിഞ്ഞല്ലോ.
കോഴിക്കോട് നോർത്ത് കോഴിക്കോട് നോർത്തിൽ 350 സീറ്റിന് മാത്രം കോഴിക്കോട് നോർത്തും ബേപ്പൂരിൽ എന്തെങ്കിലും അട്ടിമറിയുടെ സാധ്യത ബാക്കി കിടക്കുന്നുണ്ട്. 6000 വോട്ടിന് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മട്ടന്നൂർ നോക്കേണ്ടതാണ്. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം സാധാരണ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു മണ്ഡലമായിരുന്നു ധർമ്മടം. പക്ഷേ അവിടെ എല്ലാം നമ്മളിപ്പോൾ ഉദ്യോഗത്തോടെ കാത്തിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട പല ചർച്ചകളിലും കിടക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഈ വേവിന്റെ കൂടെ വിജയിക്കാൻ പറ്റുക എന്നുള്ളത് UDF-കാരെ സംബന്ധിച്ച് ജയിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നിരാശയാണ്. അതാണ് ഒരു 100 സീറ്റ് നേടിയിട്ട് ഞാൻ മാത്രം വിജയിച്ചില്ലല്ലോ എന്ന നിരാശ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ബാക്കി എല്ലാവരും ഇപ്പം നമ്മുടെ തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി, നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി, നാദാപുരത്ത് ഇപ്പൊ ലീഡാന്ന് തോന്നുന്നു അല്ലെ? നാദാപുരത്ത് ലീഡാണ്. അപ്പൊ തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുണ്ട്, കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥിയുണ്ട്. അൻവറാണ് ഏറ്റവും ബഹളമയമായിട്ടുള്ള പ്രകടനം നടത്തിയ ഒരാൾ. പക്ഷെ അൻവറിന് പിടിക്കാൻ പറ്റി. 6071 സീറ്റ് വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. നമ്മുടെ അടുത്ത സുഹൃത്തും ഇവിടുത്തെ സീനിയർ ക്യാമറമാനായ സനോജ് കുമാർ ബേപ്പൂർ പറഞ്ഞത് അദ്ദേഹം അവിടുത്തെ നാട്ടുകാരനാണ്. വടുകൂറ്റം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നതാണ്. പക്ഷേ സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല റിയാസ് പോലും ഈ പിടുത്തം മുഴുവൻ പിടിച്ചിട്ട് അടുത്ത റൗണ്ടിൽ എന്തായിരിക്കും എന്നുള്ള ആശയക്കുഴപ്പത്തിന് നടുവ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.